പ്രണയിച്ചിരുന്ന കാലത്ത് അവളുടെ മെസ്സേജിനായി നിങ്ങൾ മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടുണ്ടല്ലേ? അറേഞ്ച് മാരേജിലാണെങ്കിലും ശരി, കല്യാണം നിശ്ചയിച്ചതിന് ശേഷം അവളുടെ പിറന്നാൾ മറക്കാതിരിക്കാൻ കലണ്ടർ നിങ്ങൾ അടയാളപ്പെടുത്തിയ നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇന്ന് അതേ സ്ത്രീയോട് ഈ പഴയ പോലെയല്ല, തടി കൂടിപ്പോയി, അല്ലെങ്കിൽ ഈ തടി കുറഞ്ഞു പോയി, തീരെ മെലിഞ്ഞു പോയി, ഭംഗി കുറഞ്ഞു പോയി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. മാറിയത് അവളാണോ അതോ നിങ്ങളാണോ? ഒരു സ്ത്രീ വിവാഹം കഴിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോഴേ അവൾ ഒരു വീട് മാത്രമല്ല മാറുന്നത്, അവളുടെ മാതാപിതാക്കളെയും ബാല്യത്തെയും സ്വപ്നത്തെയും സുരക്ഷിതമായി തോന്നി എല്ലാ ലോകത്തെയും വിട്ടിട്ടാണ് അവൾ വരുന്നത് എന്നുള്ളതാണ്. ഒരു വിശ്വാസത്തോടെയാണ് അവൾ നിങ്ങളടുത്തേക്ക് വരുന്നത്. എന്താണെന്നറിയോ? ഈ മനുഷ്യൻ എന്നെ ജീവിതം മുഴുവൻ സ്നേഹിക്കുമെന്ന വിശ്വാസത്തോടു കൂടി. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ അവൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി ജീവിക്കാൻ തുടങ്ങി. കുട്ടികൾക്ക് വേണ്ടി ഉറക്കം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവർ, സ്വന്തം ശരീരത്തെക്കാൾ കുടുംബത്തിന് പ്രാധാന്യം നൽകാൻ തുടങ്ങിയ അവള്, അതിൻ്റെ ശരീരത്തിനും മുഖത്തിനും ഒക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. മനഃശാസ്ത്രത്തിന് രണ്ട് കാര്യങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാവുന്നത്. ഒന്നാമത്തത് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയാം. അതായത് ഒരു സ്ത്രീയുടെ വികാരങ്ങളും സ്വപ്നങ്ങളും ഉള്ള വ്യക്തിയായി കാണാതെ സ്വന്തം പ്രതീക്ഷകൾ നിറവേറ്റുന്ന ഒരു വസ്തുവായി മാത്രം കാണുന്ന ഒരു സംഭവമാണ് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന് പറയും. ഒരു കാലത്ത് അത്ഭുതമായി തോന്നിയ മനുഷ്യർക്ക് പോലും കാലം കഴിയുമ്പോഴേ സാധാരണയായി തോന്നുന്ന പ്രതിഭാസം. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ പ്രശ്നം ആ വ്യക്തിയിലല്ല, അവരെ കാണുന്ന നമ്മുടെ കണ്ണുകൾക്കാണ്, നന്ദികളിലാണെന്ന് പറയാം. ഒരു സ്ത്രീയുടെ ശരീരത്തെ പരിഹസിക്കുമ്പോഴേ വെറും ഒരു വാക്ക്, ബോഡി ഷെയിം ഒക്കെ എന്ന് പറയില്ല നമ്മൾ, അത് അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് വർത്ത്, ഇമോഷണൽ സേഫ്റ്റി എന്നിവയൊക്കെ ഓരോ ദിവസവും അല്പാൽപമായി ഇമോഷണൽ അബ്യൂസ് ആണെന്ന് പറയാം നമ്മൾ. അതുകൊണ്ട് നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾ ഇന്ന് തടി കൂടി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആ ശരീരം, നിങ്ങളുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ തടി കുറഞ്ഞു എന്ന് പരിഹസിക്കുന്ന ആ ശരീരം, നിങ്ങളുടെ കുഞ്ഞിനെ 10 മാസം ചുമഞ്ഞ ശരീരമായിരിക്കാം. നിങ്ങൾ ക്ഷീണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ആ മുഖം വർഷങ്ങളായി നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഉറക്കം തിരിച്ച മുഖമായിരിക്കാം. പ്രണയം എന്നത് ഒരു സ്ത്രീയുടെ യൗവനത്തെ മാത്രം സ്നേഹിക്കുന്നതല്ല കേട്ടോ, അവളുടെ ത്യാഗങ്ങളെയും മുറിവുകളെയും അതുപോലെ തന്നെ കാലം അവളുടെ ശരീരത്തിൽ വെച്ച മാറ്റങ്ങളെയും ബഹുമാനിക്കുന്നതാണെന്ന് പറയാം. കാരണം ഒരു സ്ത്രീയുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന ദിവസങ്ങളൊന്നുമില്ല. പലപ്പോഴും നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാം, അവളെ കാണുന്ന പുരുഷന്റെ കണ്ണിലെ നന്ദിയും മനുഷ്യത്വവുമാണ്. അതുകൊണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവളായാലും ശരി, കുടുംബം കണ്ടെത്തുന്ന ഭാര്യ ആയാലും ശരി, നിങ്ങളുടെ ജീവിതത്തിലെ വന്ന ആ സ്ത്രീയെ പരിഹസിക്കാതിരിക്കാൻ, നിങ്ങൾ അവളുടെ മാറ്റങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കുക. അവളുടെ ശരീരത്തിലെ ഓരോ മാറ്റവും പ്രായത്തിന്റെ അടയാളമല്ല എന്ന് മനസ്സിലാക്കുക. അത് സ്നേഹത്തിന്റെ വിലയാണ്, ത്യാഗത്തിന്റെ സിഗ്നേച്ചറാണ്, ഒപ്പ് എന്ന് പറയും. നിങ്ങൾക്ക് വേണ്ടി അവർ നൽകിയ ജീവിതത്തിന്റെ തെളിവാണത്, അപ്രൂവാണത് കേട്ടോ. അതുകൊണ്ട് ആ തെളിവുകളെ ബഹുമാനിക്കാൻ നിങ്ങൾ, അതാണ് നിങ്ങൾ യഥാർത്ഥ സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.